ഒരു നൂറ്റാണ്ട് മുൻപ് കേരളത്തിൽ നിലനിന്നിരുന്ന അസംബന്ധ പ്രവണതകൾക്കെതിരെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളും പ്രവൃത്തികളും ഉണ്ടായതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 93ാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവദശകം, ദർശനമാല, ആത്മോപദേശ ശതകം തുടങ്ങിയ ഗുരുവിന്റെ കൃതികൾ സമൂഹത്തിൽ നേരിട്ട അനുഭവങ്ങളിൽ നിന്നാണ് പിറവിയെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ തകർക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ സന്ദേശം. ജാതിയുടെ കന്മതിലുകൾ തകർക്കാതെ സ്വാതന്ത്ര്യം നമുക്ക് നേടാനാവില്ലെന്ന് ഗുരുവിന് നന്നേ അറിയാമായിരുന്നു. ബ്രാഹ്മണ്യത്തെയും നാടുവാഴിത്തത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടവരുടെ വിപ്ലവത്തിനാണ് ഗുരു തുടക്കം കുറിച്ചത്. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയോടെയാണ് 19ാം നൂറ്റാണ്ടിന്റെ അവസാനം കേരളം നവോത്ഥാനം ആരംഭിച്ചതെന്നും അത് ക്ഷത്രിയ ബ്രാഹ്മണ അധികാര വ്യവസ്ഥയ്ക്കെതിരെ ഉയർന്ന അടിച്ചമർത്തപ്പെട്ടവരുടെ കലാപമായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അന്ന് ജാതി ഒരു നിയമവ്യവസ്ഥ കൂടിയായിരുന്നു. സവർണൻ അവർണനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ യാതൊരു ശിക്ഷയുമില്ലായിരുന്നു. മനുഷ്യനെ അടിമയാക്കി ചൂഷണം ചെയ്തിരുന്ന വ്യവസ്ഥിതിയുടെ നട്ടല്ലായിരുന്ന ബ്രാഹ്മണ്യത്തിനെതിരെയാണ് ശ്രീനാരായണ ചിന്തകളുടെ ആയുധം ഉയർന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് ഇന്ത്യയുടെ ബഹുസ്വരത തകർക്കപ്പെടുകയാണെന്നും ഇത് സാംസ്കാരിക ഫാസിസമാണെന്ന് തിരിച്ചറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചരിത്രത്തെയും സംസ്കാരത്തെയും ദേശീയതലത്തിൽ അട്ടിമറിക്കുകയാണെന്നും ഐതിഹ്യങ്ങളെയും കൽപ്പിത ഭാവനകളെയും ചരിത്ര സത്യങ്ങളായി അവതരിപ്പിക്കുന്ന പ്രവണത ഗുരുനിന്ദയാണെന്നും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ഗുരുവിന്റെ പാതയിലൂടെയാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരം കൈവശമുള്ളവർ അസംബന്ധം പഠിപ്പിച്ച് സമൂഹത്തെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഗുരു ചെറുക്കുവാൻ ശ്രമിക്കുന്ന അന്ധവിശ്വാസങ്ങളെ സിലബസിൽ ചേർക്കാൻ ശ്രമിക്കുന്നത് ഗുരുവിന്റെ സന്ദേശത്തെ അപമാനിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗുരുദേവ ദർശനങ്ങളെ വക്രീകരിച്ച് ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുകയും ചെയ്തു.